Hi guys, welcome back to another video. കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ വരെ നിങ്ങൾ ചിലപ്പം ഗൂഗിൾ പേയിലെ ടിങ്കിൾ ലഡുവിന് വേണ്ടി ആളുകളുടെ പുറകെ പോയിട്ടുണ്ടായിരിക്കും. എന്തായാലും ഒരു ലഡു ഉണ്ടോ, ഏതെങ്കിലും ലഡു തരാനുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആളുകൾ അതിൻ്റെ പിന്നാലെ ആയിരുന്നു കുറച്ച് ദിവസം വരെ. സോ അങ്ങനെ ഗൂഗിൾ പേയുടെ ലിങ്ക് എൻ്റെ അടുത്ത് വന്ന സമയത്താണ് ഞാനിങ്ങനെ ആലോചിച്ചത്, ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു ലഡു ക്ലെയിം ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് നോക്കിക്കൂടെ അതിനകത്ത് ലഡു ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എന്നുള്ള ഒരു തിങ്ക് വന്നത്. പക്ഷെ അങ്ങനെ ഞാൻ ക്ലിക്ക് ചെയ്യുന്ന നോക്കുന്ന സമയത്ത് എനിക്കൊന്നും കിട്ടുന്നില്ല, വേറെ ഏതോ ഒരു പേജിലോട്ടൊക്കെയാണ് പോകുന്നത്. സോ അങ്ങനെ ഒന്നും കിട്ടാത്ത സമയത്ത് ഇത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് നോക്കുന്ന സമയത്താണ് എനിക്കൊരു ഐഡിയ കിട്ടിയത്. സോ അതിനെപ്പറ്റിയാണ് ഇന്ന് വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. സോ വീഡിയോയിലോട്ട് കിടക്കാം. അതുപോലെ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഒരു സാധനം നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കരുത്. മീൻസ് അങ്ങനെ ട്രൈ ചെയ്യാൻ തന്നെ നിങ്ങൾ സ്വന്തം റിസ്കിൽ ട്രൈ ചെയ്യുക. കാരണം ഇത് ആ വെബ്സൈറ്റിൻ്റെ പോളിസിക്കും എതിരാണ്. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. അതുപോലെ നിങ്ങളൊരു വെബ് സെർവർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിവെന്റ് മെഷേഴ്സ് എടുക്കാം എന്നുള്ളതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഗൂഗിൾ ഓൾറെഡി ഇത് അവരുടെ വെബ്സൈറ്റ് ടെസ്റ്റിങ്ങിന് അവർ ബഗ് ബൗണ്ടി പ്രോഗ്രാംസിലൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിരുന്നാലും അവർ പ്രൈവസി പോളിസി എതിരാണ്. ഇത് അതിനെതിരായിട്ടൊന്നും ചെയ്യരുത്. സോ കംപ്ലീറ്റ്ലി ഒരു എഡ്യൂക്കേഷൻ കണ്ടന്റ് ആയിട്ട് മാത്രമേ വീഡിയോ കാണാൻ പാടുള്ളൂ. സോ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, ഇത് ഒരു ലഡു എനിക്ക് ഷെയർ ചെയ്യുന്നതിൻ്റെ സ്ക്രീൻഷോട്ടാണ്. ഇപ്പോൾ ഇതൊരു ടിങ്കിൾ ലഡുവിൻ്റെ ഒരു ഇമേജ് ഇവിടെ ഉണ്ട്, അതുപോലെ ഒരു ലിങ്കും ഉണ്ട്. അപ്പോൾ ഈ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാൻ അവസാനം ഈ gpay.app.google/dfi9zd ഇതാണ് അതിൻ്റെ ഈ dfi9zd എന്നുള്ള ഈ ഒരു സാധനമാണ് അതിൻ്റെ യൂണീക്ക് ആയിട്ടുള്ള കോഡ്. അത് ആ കോഡ് വെച്ചിട്ടാണ് ഇത് ഷെയർ ആവുന്നത്. അതാണ് അതിൻ്റെ കൂപ്പൺ കോഡ് അല്ലെങ്കിൽ ആ ലഡുവിൻ്റെ കോഡ്. സോ ഇത് നമുക്ക് ഒരാൾക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇമേജ് കാണിക്കുന്നുണ്ടെങ്കിൽ, അതായത് ആ ലഡു ഏതാണെന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ, എന്തായാലും ഈ ലിങ്കിനകത്ത് അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ളൊരു സാധനം അതിനകത്തുണ്ടായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിത് മൾട്ടിപ്പിൾ ടൈംസ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ലഡു നമ്മൾ ക്ലെയിം ചെയ്യാൻ പോകുന്നത് നമുക്ക് കാണിക്കും. സോ അങ്ങനെയാണ് ഈ ഒരു ഐഡിയ വന്നത്. സോ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിനെങ്ങനെ റെസ്പോൺസ്, അതായത് അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പോൾ നമുക്കിത് ക്ലിക്ക് ചെയ്യാൻ നേരെ നമ്മൾ ആപ്ലിക്കേഷനിലോട്ട് പോകും. നമുക്ക് വേറെ ഒന്നും നോക്കാനോ എവിടെയും കിട്ടില്ല. ഇപ്പം നമ്മളിത് ഡയറക്റ്റ് ഓപ്പൺ ചെയ്താൽ പോലും ഇത് നേരെ പോകുന്നത് വെബ് ബ്രൗസറിലോട്ടാണ്. നമുക്ക് ബ്രൗസറിനകത്ത് ഓപ്പൺ ചെയ്യാനേ പറ്റില്ല. ഇതിന് വെബ്സൈറ്റ്, അതായത് വെബ് ബ്രൗസറിൽ പോയാൽ തന്നെ ഇത് നേരെ നമ്മളെ ആപ്പിലോട്ടാണ് കൊണ്ടുവന്നത്. ഇനി വെബ് ബ്രൗസറിൽ പോയാൽ തന്നെ ഗൂഗിൾ പേയുടെ ഒരു ഹോം പേജിലോട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. അവിടെ ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽസ് ഉണ്ടാവില്ല. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനേ പറയുള്ളൂ. സോ അങ്ങനെ ഇരിക്കുന്ന ഈ സാധനം എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്നാണ് പറയാൻ പോകുന്നത്. സോ അത് നോക്കാം. ഓക്കെ, നമുക്കപ്പോൾ ഈ ലിങ്കിൽ നിന്ന് എന്താണ് കിട്ടുന്നത് നോക്കണം. ഞാൻ പറഞ്ഞ പോലെ ഇതിൽ നിന്ന് മൊബൈലിലാണ് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഇത് ഓപ്പൺ ആക്കണം. ഡയറക്റ്റ് നമുക്കിത് വെബ് ബ്രൗസറിലോട്ട് പോകും. ഗൂഗിൾ പേയുടെ അബൌട്ട് പേജ് കാണിക്കും, അല്ലെങ്കിൽ നേരെ ആപ്ലിക്കേഷനിൽ പോയിട്ട് ആ ലഡു ഏതാണോ അത് ക്ലെയിം ചെയ്യാതെ കാണിക്കും. പക്ഷെ നമുക്ക് വേണ്ടത് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഇതിന് എന്താണ് കിട്ടുന്നത് നോക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കമാൻഡ് ലൈൻ പ്രോംപ്റ്റ് യൂസ് ചെയ്യാണ്. ഒരു WSL ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മളൊരു കമാൻഡ് റൺ ചെയ്യാണ്. അപ്പോൾ ഈ റിക്വസ്റ്റിന് എന്താ, അതായത് നമുക്ക് ആ വെബ് പേജിലോട്ടൊന്നും പോവാതെ എന്താണ് ഈ ലിങ്ക്, ഈ URL നമുക്ക് തരുന്നത്, റീഡയറക്റ്റ് ചെയ്യുന്നത് നോക്കാൻ. അപ്പോൾ അതിന് wget എന്നൊരു ഒരു കമാൻഡ് ലൈൻ ടൂൾ ഉണ്ട്. നമുക്ക് വെബ് ഗെറ്റ് എന്നാണ് പറയുക. അതിനകത്ത് നമുക്ക് HTTPS റിക്വസ്റ്റുകളൊക്കെ വിടാൻ പറ്റും, കണ്ടൻസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിലിപ്പോൾ ഒരു ഫയലിൻ്റെ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്യും. അതുപോലെ റീസ്യൂമബിൾ ആണ്. അങ്ങനെ കുറച്ച് അഡ്വാൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അതുപോലെ ഏത് ഒരു ലിങ്കിൻ്റെ റെസ്പോൺസ് എന്താ വരുന്നത്, ഡൗൺലോഡ് ചെയ്താൽ തന്നെ അതിന് എന്താണ് ആദ്യം വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമുക്കിപ്പോൾ നമ്മുടെ ലിങ്ക് ഇതാണ്. ഈ ലിങ്ക് നമുക്കിവിടെ പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്താണ് റിട്ടേൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ wget HTTPS എന്നിട്ട് ഗൂഗിൾ പേയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം HTTP റിക്വസ്റ്റ് ആൻഡ് അവൈറ്റിംഗ് റെസ്പോൺസ്. അവിടെ എന്താ റെസ്പോൺസ് വരെ നോക്കുകയാണ്. അപ്പോൾ റെസ്പോൺസ് വരെ നോക്കുന്ന സമയത്താണ് നമുക്ക് ആ കറക്റ്റ് കാണാൻ പറ്റുന്നത് ഗൂഗിൾ പേയുടെ സോഷ്യൽ ഡിസ്ക്രിപ്ഷൻ ഇമേജ് URL എന്ന് പറഞ്ഞിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് ഒരു ഗൂഗിൾ പേയുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക്, ഒരു Gstatic എന്നുള്ളൊരു വെബ്സൈറ്റിൻ്റെ ലിങ്ക്, അതിനകത്ത് ഒരു ഇമേജിൻ്റെ ഫോട്ടോ ലിങ്ക് വരുന്നുണ്ട്. ഈ ഇമേജാണ് ആ ലഡുവിൻ്റെ ഇമേജ്. അതായത് ഈ ജിപേ ഇത്രയും ഈ ലൊക്കേഷൻ, അതായത് gstatic.campaign/diwali 2024 item 6 v4.png, ഈ ഇമേജാണ് നമുക്ക് URL ഷെയർ ചെയ്യുന്ന സമയത്ത് കാണുന്നത്. സോ നമുക്ക് ഈ ഇമേജിൻ്റെ നെയിം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ URL ഈ ലഡുവിൻ്റെ ആണോ നോക്കാൻ പറ്റും. അത് item 6 ആണെങ്കിൽ അത് ടിങ്കിൾ ആയിരിക്കും, 5 ആണെങ്കിൽ അടുത്ത ലഡു, അങ്ങനെ ഓരോ ലഡുവിൻ്റെ അതിലിടും. നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ ഇവിടുന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് കോപ്പി ചെയ്തിട്ട് നമുക്ക് ഇതിങ്ങനെ കോപ്പി ചെയ്യാം. ആ ലിങ്ക് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് എൻ്റർ അടിക്കാം. നമുക്ക് ആ ടിങ്കിൾ ലഡുവിൻ്റെ ലിങ്ക് കാണിക്കുന്നുണ്ട്. ഇനി നമ്മളിവിടെ item 6 മാറ്റി നമ്മൾ 1 ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കിവിടെ ഈ യെല്ലോ ലഡുവിൻ്റെ ഇമേജ് കാണിക്കും. സോ നമുക്ക് ഈ ഇമേജിൻ്റെ നെയിം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഈ നെയിം വെച്ച് നമുക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ അത് വെച്ച് എങ്ങനെ നമുക്ക് ഈ റെസ്പോൺസ് ചെക്ക് ചെയ്തിട്ട് ഓരോന്നായി ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പ്രോഗ്രാമിക്കലി കോഡിംഗ് വെച്ച് അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, അതെങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റും, അതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, പ്രോഗ്രാമിങ്ങിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ലൈബ്രറീസ് ആവശ്യമാണ്. ജാവാസ്ക്രിപ്റ്റ് അറിയുന്നവർക്കാണെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാവും. ലൈബ്രറീസ് എന്താ, നമുക്ക് ആക്സസ് വേണം. നമുക്ക് റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ വിടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ആക്സസ്. അതുപോലെ FS എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ വേണം. നമുക്ക് എന്താണോ റെസ്പോൺസ് വരുന്നതൊക്കെ നമുക്ക് സേവ് ചെയ്തൊരു ഫയലിലോട്ട് സേവ് ചെയ്തേക്കാം. നമ്മുടെ ഫയൽ സിസ്റ്റം ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് FS യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ആക്സസിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. ഇതിനകത്ത് നമ്മൾ യൂസർ ഏജൻ്റ് ആയിട്ട് wget ആണ് കൊടുക്കുന്നത്. നമുക്ക് അതിനകത്ത് ആ റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിക്വസ്റ്റ് സക്സസ് ആവുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഈ റിക്വസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഒരു വാലിഡേഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഫംഗ്ഷൻ വേണം. നമുക്ക് റാൻഡമായിട്ട് ഒരു
ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു DFI9ZD അതുപോലെ നമുക്ക് ഒരു കോഡ് ജനറേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഒരു ഫംഗ്ഷൻ വേണം. അപ്പോൾ കോഡിങ് അറിയാത്തവർക്കാണെങ്കിൽ ഒന്നും കയറേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് വർക്കിംഗ് ആണ് നോക്കിയാൽ മതി. ഇതൊരു ഫംഗ്ഷൻ ഉണ്ട്, ഇതിനകത്ത് നമ്മൾ കുറച്ച് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ലെറ്റേഴ്സിനകത്ത് ABCD ഫുള്ളും അതുപോലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, നമ്പേഴ്സ് ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു ആറ് ലെങ്ത്തിലുള്ള ഇതുപോലൊരു കോഡ് നമുക്ക് കിട്ടണം. അതാണ് നമ്മൾ അതാണ് ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക ഇത് കോൾ ചെയ്തെങ്കിൽ. അപ്പോൾ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇത് നമുക്ക് വേണ്ടത് ഈ URL അനലൈസ് ചെയ്യണം. നമ്മൾ സെൻഡ് ചെയ്യുന്ന URL അനലൈസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എഴുതാം. അതിനുവേണ്ടി ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അനലൈസ് റിക്വസ്റ്റ് URL എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷനിലോട്ട് നമ്മളൊരു URL കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇത് നമ്മൾ നോക്കുന്ന URL ആണോ എന്ന് നമുക്ക് നോക്കും. അപ്പോൾ അതിനുവേണ്ടി ചെയ്യുന്നത് വെച്ചാൽ ഇത് നമ്മൾ ആദ്യം കോൾ ചെയ്യും. അതിന് ഈ റെസ്പോൺസ് കോൾ ചെയ്താൽ ഈ റെസ്പോൺസറിൻ്റെ ഹെഡറിൽ ലൊക്കേഷൻ എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഈ പറയുന്ന നമുക്ക് നേരത്തെ കിട്ടിയ ഈ ലൊക്കേഷനിലാണ് നമുക്ക് ഈ ലിങ്ക് ഉള്ളത്. ഇതിനകത്ത് നമുക്ക് വാലിഡേറ്റ് ചെയ്യും. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് അത് ഏത് ലഡ്ഡു ആണെന്നുള്ളൊരു നെയിമും, അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്യുന്നതാണോ എന്നുള്ളൊരു സംഭവമാണ്. ഈ സോഷ്യൽ ടൈറ്റിനകത്ത് ലഡ്ഡു ഫോർ യു എന്നുള്ളതാണ് ഈ മാത്രമാണ് ഒരാൾക്ക് ഷെയർ ചെയ്യുന്ന ലഡ്ഡു ആണ്. അല്ലെങ്കിൽ നമ്മളത് റിക്വസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് റിക്വസ്റ്റ് ചെയ്യുന്ന കിട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് ഷെയർ ചെയ്യുന്ന കിട്ടിയിട്ട് കാര്യമുള്ളൂ. എന്നാലേ നമുക്ക് അത് എടുക്കാൻ പറ്റുള്ളൂ. സോ അതാണ് നോക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആ ലൊക്കേഷനകത്ത് ഇൻക്ലൂഡഡ് ആണോ നോക്കും. ഇപ്പം ഈ കേസിൽ നമ്മൾ ഐറ്റം 1 ആണ് നോക്കുന്നത്. ഐറ്റം 1 എന്ന് പറഞ്ഞാൽ യെല്ലോ ലഡ്ഡു. അതും അതുപോലെ ഇത് ലഡ്ഡു ഫോർ യു എന്നാണെങ്കിൽ, അതായത് അത് ഷെയർ ചെയ്യുന്നതാണെങ്കിൽ മാത്രം നമ്മളിതിനെ സക്സസ് ആയിട്ട് കൺസിഡർ ചെയ്യും. സോ നമുക്ക് ഐറ്റം 1 മാറ്റി നമുക്ക് 6 ആക്കാം. 6 ആക്കിയിട്ട് നമ്മൾ ഈ URL-നെ ആ ഫംഗ്ഷനിലോട്ട് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും വരുന്നില്ല. കാരണം അത് 1-ൻ്റെ അല്ല, അത് ട്വിങ്കിൾ ലഡ്ഡുവിൻ്റെ കോഡാണ് വന്നത്. അപ്പോൾ നമ്മളിവിടെ 6 അടിക്കുന്നു. 6 അടിച്ചപ്പോൾ നമുക്ക് കറക്റ്റ് വരുന്നു. ഇനി നമുക്കിത് എങ്ങനെ ഇത് വെച്ചിട്ട് മൾട്ടിപ്പിൾ ആയിട്ട് റിക്വസ്റ്റ് സെൻഡ് ചെയ്തിട്ട് എങ്ങനെ ഇതിനെ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം സേവ് URL നമുക്ക് ക്രിയേറ്റ്, അതായത് നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ സേവ് ചെയ്യണം എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യാം. സേവ് URL എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. അത് നമ്മൾ ഡയറക്റ്റിലോട്ടൊരു സേവ് URL സേവ് ചെയ്ത് വെക്കും. അതായത് നമുക്കിത് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്ത് വെക്കും. ഓക്കെ സേവ് ഫംഗ്ഷൻ നമുക്ക് ജസ്റ്റ് ഒരു ലൂപ്പ് ഇട്ടിട്ട് നമുക്കിതിനെ വിളിക്കാം. അപ്പോൾ ഒരു ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്കൊരു കാര്യം തന്നെ പലതവണ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ട്രൂ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം URL അസൈൻ ജനറേറ്റ് ഷോർട്ട് കോഡ് നമ്മളിതിന് കോൾ ചെയ്യും. അപ്പോൾ നമുക്കൊരു URL കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ URL-നെ ഇതിലോട്ട് പാസ് ചെയ്യും. ഈ ചെക്ക് ചെയ്ത് നോക്കാനുള്ള ഇതിലോട്ട് പാസ് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഇത് അങ്ങനെ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഐറ്റം 1 ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ മെയിനെ കോൾ ചെയ്യാൻ പോകണം. നമുക്ക് നോക്കാം എത്ര URL 1 വെച്ച് കിട്ടുന്നുണ്ട്. നമുക്ക് ഇൻവാലിഡ് URL ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ബേസ് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇൻവാലിഡ് URL എന്ന് പറയുന്നത്. നമ്മൾ ഈ കോഡ് മാത്രമാണ് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബേസ് URL കൊടുക്കണം. അപ്പോൾ ബേസ് എന്ന് പറയുമ്പോൾ ഈ സാധനം google.com സ്ലാഷ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ URL കൊടുക്കേണ്ടത്. സ്ലാഷ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ജനറേറ്റ് ചെയ്ത് കോഡ് ഇടുന്നു. എന്നിട്ട് നമുക്ക് നോക്കാം എത്ര ഈ ലഡ്ഡുവിൻ്റെ ഈ യെല്ലോ ലഡ്ഡുവിൻ്റെ URL കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മൾ റൺ ചെയ്യുമ്പോൾ ഒന്നും കാണിക്കുന്നില്ല. സോ ഇത് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു കോഡാണ്. മീൻസ് ഇതിലെല്ലാം പ്രോഗ്രാമിങ്ങിൽ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ലോജിക്ക് കൂടാതെ നമുക്ക് അറ്റ് എ ടൈം നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് വിടാനുള്ളൊരു കേപ്പബിലിറ്റി ഉള്ള കോഡാണ്. ഇപ്പോൾ ഇതിൽ നമ്മൾ ഐറ്റം 6 വരാം. കാരണം ഐറ്റം 6 എന്ന് പറഞ്ഞാൽ ട്വിങ്കിൾ ഇടണോ അധികം ചെയ്തിട്ടില്ല. നമുക്ക് ഐറ്റം 1 വെച്ച് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓരോ ലിങ്കും ചെക്ക് ചെയ്യുന്ന സംഭവം. ചെക്ക് ചെയ്തിരുന്ന ഓരോന്ന് എന്താ കിട്ടുന്നത് നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് കാണാം. ഇവിടെ ഒരു 1 മാച്ച് ചെയ്തിട്ടുണ്ട്. ഐറ്റം 3 തേർഡ് ലഡ്ഡു ആണ്, ഏതാണെന്ന് കളർ അറിയില്ല. സോ ഇങ്ങനെ നമുക്ക് പ്രോഗ്രാമിക്കലി നമ്മൾ റേറ്റ് ലിമിറ്റും കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഇതിൻ്റെ ഉദ്ദേശം വീഡിയോൻ്റെ. നിങ്ങളൊരു വെബ് സെർവറോ ഇങ്ങനെ ഓഫറോ കൂപ്പൺ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും വെബ്സൈറ്റിൽ റേറ്റ് ലിമിറ്റിംഗ് ഇല്ലാതെ അല്ലെങ്കിൽ അങ്ങനെ ഒരു IP ന്ന് ഒരുപാട് റിക്വസ്റ്റ് വരുമ്പോൾ അതിനെ എന്തായാലും പ്രിവെൻറ്റ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ബ്രൂട്ട് ഫോഴ്സ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അറ്റാക്ക് ചെയ്താൽ നിങ്ങളുടെ കോൺടെസ്റ്റ് ഇങ്ങനെ അൺഓതറൈസ് ആയിട്ടുള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റും. സോ ഇങ്ങനെ മറ്റ് വെബ്സൈറ്റുകൾ ഇങ്ങനെ ചെയ്യാതിരിക്കുക, മറ്റ് അവരുടെ പെർമിഷൻ ഇല്ലാതെ ട്രൈ ചെയ്യാതിരിക്കുക. ഗൂഗിളൊക്കെ അവർ ഓപ്പണായിട്ട് ബഗ് ഹണ്ടേഴ്സിനെ വെൽക്കം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇവനെ നോക്കാൻ വേണമെങ്കിൽ. പക്ഷേ ഇത് വേറൊരു ഉദ്ദേശത്തോടുകൂടെ നിങ്ങൾ ചെയ്യരുത്. എഗെയിൻസ്റ്റ് അവരുടെ പോളിസിക്ക് എഗെയിൻസ്റ്റ് ആണോ
അങ്ങനെ ചെയ്യരുത്. അതല്ല ഇതിൻ്റെ ഉദ്ദേശം. ഇങ്ങനെയൊക്കെ ഫോൾട്ട് ഇതിനകത്തുണ്ട്. പ്രോഗ്രാമിക്കലി ഇങ്ങനെയൊക്കെ ഇത് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു തരലായിരുന്നു ഉദ്ദേശം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.